എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പ്രിയാമണി ഇഷിതനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് 101 അങ്ങോട്ട് ചെല്ലുകയാണ്. വാതിലിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് സ്വപ്നവലി ഇറങ്ങി വരുന്നേ. ഒരു നിമിഷം പ്രിയാമണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അങ്ങനെ സ്വപ്നവലി വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് മനസ്സിലായി മോളെ കാണാനായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം അവരുടെ കൈ വേസ്റ്റ് ഉണ്ടായിരുന്നു. വേസ്റ്റ് പുറകെ മറച്ചു പിടിച്ചേക്കുമായിരുന്നു സ്വപ്നവലി. പിന്നീട് പറഞ്ഞു, അതെ മോൾ അകത്തുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അവൾ പ്രിയാപ്പനോട്, അല്ല മോളെ പുറത്തേക്കൊന്നും കണ്ടില്ല. ഹോ പുറത്തേക്കോ? അവൾ എന്തിനാ എപ്പോഴും പുറത്തിറങ്ങി നിൽക്കുന്നേ? അതിന്റെ ആവശ്യമല്ലോ. അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ. ഇനിയിപ്പൊ നിങ്ങൾ എന്തിനാ അവളെ നോക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടത് പ്രിയാമണി പറഞ്ഞു, അല്ല സ്വപ്നവല്ലി അങ്ങനെയല്ല, മോളല്ലേ, അപ്പൊ എനിക്ക് അവളെ കാണണമെന്നൊരു കൊതു തോന്നി. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് അമ്മേനെ കാണണം തോന്നി കഴിയുമ്പോ അവൾ അങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറയാ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ വാതിലിൽ അവൾ വന്ന് നിൽക്കണമെന്നില്ല. പിന്നെ അവൾ ഇപ്പോഴും എന്റെ മരുമോളാണ്. ഇനിയിപ്പൊ അവളെ കാണണമെങ്കിൽ എന്റെ അനുമതിയൊക്കെ വേണം. അത് മാത്രമല്ല ഇനിയിപ്പൊ നിങ്ങളെ കാണണം വരണമെങ്കിലും അവളെ എന്നോട് ചോദിച്ചിട്ടൊക്കെ വരത്തുള്ളൂ എന്ന് പറയാ. ഇത് കേട്ടതും പ്രിയാമണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കിട്ടിയ സമയം മുതലാക്കോ സ്വപ്നവല്ലി എന്നുള്ള കാര്യം പ്രിയാമണിക്ക് മനസ്സിലായി. ഇത്രയും കാലത്തെയും പലിശയും കൂട്ടുപലിശയും ചേർത്ത് തനിക്കിട്ട് തരാനാവും തോന്നി ഇവരുടെ തീരുമാനം. പിന്നീട് പ്രിയാമണി പറഞ്ഞു, അല്ല സ്വപ്നവല്ലി, ഞാൻ മോളെ ഒന്ന് ഇവിടെ ഉണ്ടെങ്കിൽ കാണല്ലോ എന്ന് ഓർത്തുണ്ട്. ആണോ? അതെ, അവളിച്ച് തിരക്കിലാന്ന് തോന്നുന്നു അകത്തെന്ന് പറയണേ. പിന്നെ എന്റെ അനുമതി ഇല്ലാതെ അവളെ കാണാനും പറ്റില്ല. ഞാനാണ് അവളുടെ അമ്മായിമ്മ. മര്യാദക്കാണെങ്കിൽ അവൾക്ക് കുഴപ്പമില്ല. ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് ഇവിടെ നിൽക്കുവാണെങ്കിൽ അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം. പക്ഷേങ്കിൽ എന്നെ എതിർത്ത് അവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഒരു നിമിഷം പോലും പറ്റില്ല. അറിയാലോ, ഈ സ്വപ്നവല്ലിയുടെ വീട്ടിലേക്ക് അവളെ കെട്ടിച്ചയച്ചിരിക്കുന്ന ആ ചിന്ത വേണമെന്ന് പറയണം. അപ്പോഴേക്കാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് വന്നിട്ട് ആഹാ എന്താ രണ്ടുപേരും കൂടെ ഒരു കുശലം പറിച്ചില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് സ്വപ്നവല്ലി അങ്ങോട്ട് പ്ലേറ്റ് മാറ്റുവാണ്. അപ്പോഴേക്കും രാമനാഥനും കൂടെ അങ്ങോട്ട് വന്നു. എന്ത് പറ്റി? രണ്ടുപേരും കൂടെ കുശലം പറിച്ചാണല്ലോ എന്ന് ചോദിക്കുകയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് ഇവര് പഴയതുപോലെ ഒന്നുമല്ല, സ്നേഹത്തിലായെന്ന് തോന്നുന്നത് പറയാണ്. പ്രിയാമണി പറഞ്ഞു, അത് ശരിയാ, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല സ്നേഹത്തിലാന്ന് പറയണ. സ്വപ്നവല്ലി പറഞ്ഞു, അതേന്ന് പറയാണ്. ഈ സമയം മാഷ് പറഞ്ഞു, അല്ല ഇങ്ങോട്ടേക്ക് ഇഷിതയെ ഒന്ന് പുറത്തേക്ക് പോലും കാണുന്നില്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോ രാമനാഥൻ പറഞ്ഞു, ഇഷിത മോൾ അകത്തുണ്ട്, ഞാൻ വിളിക്കാന്ന് പറയണം. മോളെ ഇഷിതയെന്ന് പറഞ്ഞ് വിളിക്കുക. സ്വപ്നവലിക്ക് അത് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ട് ഇറങ്ങി വന്നു. മാഷിനെ പ്രിയാമണിയെ കണ്ട് ഭയങ്കര സന്തോഷം. ആ അമ്മയെന്നും പറഞ്ഞിട്ട് പോയി കെട്ടിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് മാഷ് പറഞ്ഞു, ദേ അകത്ത് കയറി എപ്പോഴും അടച്ചിരിക്കുവാണെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല, ചിപ്പിമോൾ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു പറയണം. മാഷ് പറഞ്ഞു, ഒരു റൂമിനപ്പുറേ എങ്കിലും എത്രയോ ദൂരത്തേക്ക് പോയതിലൊരു തോന്നലുണ്ടാണെന്ന് പറയണേ. ഇത് കേട്ടപ്പോ രാമനാഥൻ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് എപ്പം വേണം മോളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാ പോരെന്ന് ചോദിക്കാം. ഇത് കേട്ട സ്വപ്നവല്ലി പറഞ്ഞു, അത് ശരിയാണോ രാമ? കല്യാണം കഴിപ്പിച്ച് വിട്ടല്ലേ എപ്പോഴും എപ്പോഴും മോളെ കാണണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? ഒരു പക്ഷെ നമ്മൾ കുറച്ച് ദൂരത്തായിരുന്നെങ്കിലോ എങ്ങനെ ഇവര് മോളെ കാണുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ മാഷ് രാമനാഥനെ ഒന്ന് നോക്കി. പിന്നീട് മാഷ് പറഞ്ഞു, അത് ശരിയാ സ്വപ്നവല്ലി പറഞ്ഞേ, എപ്പോഴും ഒന്നും കാണാനായിട്ട് പറ്റില്ല, അടുത്ത് മുറിയിലാന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും കാണണമെന്നില്ലെന്ന് പറയണേ. ഇഷിത പറഞ്ഞു, എന്നെ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ ഈ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വരില്ലായിരുന്നോ? പിന്നെ എന്തിനാന്ന് ചോദിക്കണം. പ്രിയാമ്മനോട്, അതൊന്നും കുഴപ്പമില്ല മോളെ, വെറുതെ ഞാൻ രാവിലെ പൂജാമുറി വിളക്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം സാധാരണഗതിയിൽ മോളെ കാണുന്നുള്ളോ, അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് വന്ന് നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വാ മാഷെ പോവാന്നും പറഞ്ഞിട്ട് മാഷിനെ വിളിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം ഇഷിത അകത്തേക്ക് വന്നു. അപ്പൊ ചിപ്പിമോള് ചോദിച്ചു, ആരായിരുന്നു അമ്മേന്ന് ചോദിക്കുക. അതേ അമ്മേ അച്ഛന് വരുന്നൊക്കെ പറയണം, മാഷും പ്രിയാമണി ആയിരുന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ചിപ്പിമോള് പറഞ്ഞു, എന്നെ കൂടെ വിളിക്കാൻ മേലായിരുന്നു ചോദിക്കും. അതെ അവര് കയറിപ്പോയി, നമുക്ക് പിന്നെ പോയി കാണാം കേട്ടോ എന്ന് പറയണം. മോള് വാ, മോൾക്ക് ഫുഡ് കഴിക്കേണ്ടതെന്ന് നിൽക്കും, ബ്രഷൊക്കെ ചെയ്യണം, ബ്രഷൊക്കെ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ പിന്നീട് ഇഷിത പോയി ചിപ്പിമോളെ ബ്രഷൊക്കെ ചെയ്യിച്ച് കുളിപ്പിച്ചൊരുക്കി അങ്ങനെ കൊണ്ടിരുന്നുണ്ട്. ഇതെല്ലാം മഹേഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിപ്പിമോളുടെ എല്ലാ കാര്യങ്ങളും ഇഷിത തന്നെയാണ് നോക്കുന്നത്. പിന്നീട് ചിപ്പിമോള് പറഞ്ഞു, അതെ ഡാഡി, വൈകുന്നേരം നമുക്കൊന്ന് പുറത്തു പോയാലോ നിൽക്കും, ഒരു ഔട്ടിങ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ്, ഔട്ടിങ്ങോ? അതെ, ഞാനും അമ്മയും ഡാഡിയും കൂടെ മാത്രം നമുക്ക് പുറത്തൊരു ഔട്ടിങ്ങിന് പോയാലോ? നോക്കട്ടെ, നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ വരാന്ന് പറയണം. ദേ അമ്മ റെഡിയാണെന്ന് ചോദിക്കും. ഞാൻ റെഡിയാന്ന് പറയണം. അങ്കില് വൈകുന്നേരം നമ്മൾ പുറത്തു പോന്നു, ഇനി വാക്ക് മാറില്ല കേട്ടോ എന്ന് പറയണം. ഇല്ല, വാക്ക് മാറത്തൊന്നുമില്ല എന്ന് പറയണം. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് മഹേഷ് പറഞ്ഞു, അല്ല ഇനിയിപ്പോ 2 കാറിന്റെ കാര്യമുണ്ടോ?
പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ പോരെന്ന് ചോദിക്കും. ഇത് കേട്ടെന്ന് വിഷു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, എൻ്റെ കാർ എടുക്കാം, ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ പോരെന്ന് പറയണം. അങ്ങനെ ഇഷിതയുടെ കാറിലാണ് ഇഷിതയും മഹേഷും കൂടെ രാവിലെ പോണേ. അങ്ങനെ മഹേഷിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് വിനോദിനെ ആരോഗ്യമന്ത്രി അൻസാരിദാസ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാണ്. പിന്നീട് വിനോദ് നേരെ അൻസാരിദാസിനെ കാണാനായിട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, എന്തൊക്കെയാ വിനോദ ഇത്? കഴിഞ്ഞ ദിവസം നീ തന്നെയല്ലേ പറഞ്ഞേ കല്യാണം അവളുടെ മുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ എന്തായി കാര്യങ്ങള്? കല്യാണം നടന്നു, ആദ്യരാത്രിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് ചോദിക്കാം. അവളുടെ കയ്യിൽ ആ രേഖയുണ്ട്, അതൊരു കാരണവശാലും കോടതിക്ക് കിട്ടിക്കൂടാ, അറിയാലോ. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ പറയാം. ഇനി ഒരു എക്സ്ക്യൂസ് എടുക്കാൻ പറ്റില്ല. അവളെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യാനായിട്ട് നീയല്ലേ പറഞ്ഞ് എന്തൊക്കെയോ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. അത് പിന്നെ നേതാവേ, പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന. എന്നാ പിന്നെ എന്താ ഒരു താമസം? എത്രയും പെട്ടെന്ന് തന്നെ അതും കൂടെ നടത്താൻ പറയാണ്. ഇനിയിപ്പം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അവളെ അറസ്റ്റ് ചെയ്യണം. അവളെ അറസ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് ആ രേഖ കിട്ടുള്ളൂ. അവളെ അറസ്റ്റ് ചെയ്തിട്ട് ആ രേഖ മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതെങ്ങാനും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും നീയും ഉൾപ്പെടെ ഈ മൃണാളിനിയും ആകാശവും എല്ലാവരും അകത്താവും. പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എന്നെയായിരിക്കും. എൻ്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി തൊലഞ്ഞു പോകും. പിന്നെ എനിക്കൊരു ഭാവി ഉണ്ടാകത്തില്ല. എൻ്റെ ഭാര്യയുടെ പേരിലുള്ള ഹോസ്പിറ്റല് എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു പോകുന്നു പറയാം. അതൊക്കെ എനിക്കറിയാം നേതാവേ. ഒരു കാര്യം, ഇനി അത് വെച്ച് താമസിപ്പിച്ചുകൂടാ. ഇന്ന് തന്നെ ആ പെങ്കൊച്ചിന്റെ കാര്യത്തിൽ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന പെങ്കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവളെ അങ്ങ് തീർത്ത് കളഞ്ഞാലേ പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം. ഞാൻ ആരോഗ്യമന്ത്രിയല്ലേ, അവൾക്കെതിരെ ഞാൻ ആക്ഷൻ എടുത്തോളാം. അവൾ അങ്ങനെ കുറെ ദിവസം ജയിലിൽ പോയി കിടക്കട്ടെ. ആ സമയത്ത് അവളെ സ്വാധീനിച്ച് നമുക്ക് ആ രേഖകളൊക്കെ കൈക്കലാക്കാമെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിനോദ് പറഞ്ഞു, അത് ശരി, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. എന്താ വിനോദേ, നീ നോക്കിയാൽ നടക്കില്ലെന്ന് ചോദിക്കണം. നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യാന്നൊക്കെ പറയാണ്. അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് വിനോദ് പോരുന്നത്. അപ്പൊ പോരുന്ന വഴിക്ക് വിനോദിനെ മനസ്സിലാക്കിയ ഇഷിതയുടെ മഹേഷും ജോവും വന്നു. തന്റെ ഏട്ടനാണ് മഹേഷ്. ഒരു കാരണവശാലും ഒരു ആപത്ത് സംഭവിച്ചുകൂടാ. ഒരു പക്ഷേ ഏട്ടത്തിയമ്മേനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ അച്ഛനും അമ്മയും എല്ലാം വിഷമിക്കും, ഏട്ടനും വിഷമിക്കും, കുട്ടി എല്ലാരും വിഷമിക്കില്ലേ. അപ്പോൾ അതൊരു കാരണവശാലും പാടില്ല. എങ്ങനെയെങ്കിലും ഇത് അറിയിക്കണം. പക്ഷേങ്കില് ഇഷിത ഡോക്ടറെ അറിയിക്കാനായിട്ട് പറ്റില്ല. ഒരു കാര്യം ചെയ്തല്ലോ, ഏട്ടനെ തന്നെ വിളിച്ചാലോ എന്ന് കരുതിയിട്ട് വിനോദ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് രണ്ടും കൽപ്പിച്ച് മഹേഷ് നമ്പറിലേക്ക് വിളിക്കണം. അപ്പൊ വേറെ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. തന്റെ നമ്പറാണെങ്കിൽ ട്രൂ കോളർ ഐഡിയിൽ അറിയുമല്ലോ. അതുകൊണ്ടാ അതൊരു കാരണവശാലും പാടില്ല. പിന്നീട് മഹേഷിനെ വിളിക്കുക. അപ്പൊ മഹേഷ് ഓഫീസിൽ അർജന്റ് മീറ്റിങ്ങിലും കാര്യങ്ങളായിരുന്നു. ആ സമയത്ത് കോള് വരുന്നത് ഒരു അനോണിമസ് കോളായിരുന്നു. അറിയത്തില്ലാത്ത നമ്പറിൽ നിന്നാ. പെട്ടെന്ന് കോൾ എടുക്കുവാണ്. കോടതി ഇപ്പൊ ആരാ എന്താന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു, അതൊന്നും ഇപ്പൊ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാണ്. നിങ്ങളൊരു വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം. വിവരോ? എന്ത് വിവരം? അല്ല, നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ഡോക്ടർ ഇഷിത, അവര് വലിയ അപകടത്തിലാന്ന് പറയണം. ഇത് കേട്ടത് മഹേഷ് ഒന്ന് ഞെട്ടി. അപകടത്തിലോ? അതെ, അവരുടെ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി ഉണ്ട്, ആതിര എന്ന് പറയുന്ന പെൺകുട്ടി. അവള് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കൊല്ലപ്പെടും. അങ്ങനെ വന്നാല് ആ കുറ്റം ഡോക്ടർ ഇഷിതയുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അണിയറയില്. നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഭാര്യനെ രക്ഷിക്കാനായിട്ട് നോക്കാൻ പറയണം. ഇതും പറഞ്ഞിട്ട് അയാൾ കോള് കട്ട് ചെയ്യുക. പെട്ടെന്ന് മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മഹേഷ് മീറ്റിംഗിനിടെ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. മഹേഷിനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ ചെന്ന് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഒരുപക്ഷെ താൻ ചെല്ലുന്നതിന് മുമ്പ് ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാവുമല്ലോ. എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. എങ്ങനെയെങ്കിലും ഇഷിതേനെ രക്ഷിച്ചേ മതിയാവുള്ളൂ. ഒരുപക്ഷെ അവള് വല്ല ഇനിയിപ്പം കണ്ടിന്യൂസിൽ കോമയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് മഹേഷ് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയം ഇഷിത നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വൈകുന്നേരം ഔട്ടിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് പോവാന്ന്. അപ്പൊ ചിപ്പിമോള് അത് കാത്തിരിക്കുവാണ്. അങ്ങനെ ഇഷിത ഇറങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോ ചിപ്പിമോള് കാത്തിരിക്കുമായിരുന്നു. അമ്മയെന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകാൻ റെഡി ആവില്ലേന്ന് ചോദിക്കാം. അതേന്ന് പറയാണ്. അല്ല, ഡാഡി വന്നില്ലേ? ഡാഡി വന്നില്ലെന്ന് പറയണം. ശരി, ഡാഡി വരുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഒരു കാര്യം ചെയ്യാം, മോളെ ഞാൻ ഒരുക്കാന്ന് പറയണം. അങ്ങനെ ചിപ്പിമോളെ റെഡിയാക്കുന്നുണ്ട്. ആ സമയം മഞ്ജിമ എന്നിട്ട് സ്വപ്നവലിയോട് പറഞ്ഞു, അല്ല ഇഷിത ചിപ്പിമോളും കൂടെ എങ്ങോട്ടോ പോകാൻ തോന്നല്ലോ എന്ന് പറയണേ. ഇങ്ങോട്ട് പോകാനായിട്ട് പുറത്ത് പോകാൻ തോന്നിയെന്ന് പറയണം. ഇത് കേട്ടതും സ്വപ്നവലി പറഞ്ഞു, അവര് പുറത്ത് പോട്ടെ, കല്യാണം കഴിഞ്ഞല്ലേ. ഇതേ അമ്മേ, നമ്മളെയൊക്കെ ഒഴിവാക്കിയിട്ട് അവര് 3 പേരും കൂടെ പുറത്തു പോയി എനിക്കൊന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് വരാനാ തോന്നുന്നേ. ഇത് തടയണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ സ്വപ്നവലി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം ഒക്കെ വേണ്ടേ? മഞ്ജുമ്മ കല്യാണം കഴിഞ്ഞല്ലേ, അവിടെ നിന്ന് പുറത്തു പോയിട്ട് വട്ടെ എന്ന് പറയണം. ഈ സമയം മഞ്ജു പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം കണ്ടു അമ്മേനെ അവള് തേച്ചൊട്ടിച്ചിട്ട് മഹേഷിനെ കൊണ്ട് അവൾ അങ്ങോട്ട് പോകുന്നു പറയാം.
അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ സ്വപ്നവല്ലിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. നമുക്ക് കണ്ടറിയാന്ന് പറഞ്ഞിട്ട് മഞ്ജിമ എരിപൊരി കയറ്റി കൊടുക്കുകയാണ്. മഞ്ജിമയാണ് അവിടുത്തെ ഏറ്റവും വലിയ അശ്വല വിത്തെന്ന് പറഞ്ഞ കണക്ക്. അവളാണെങ്കിൽ എങ്ങനെ എരിപൊരി കയറ്റി കൊടുത്ത് മഹേഷിന്റെ ഇഷിതയുടെ ദാമ്പത്യം തകർക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ജീവിതം അവള് തകർത്തു. ഇനിയിപ്പം ഇവിടുത്തെ ജീവിതം കൂടെ തകർക്കാനായിട്ട് അവള് വന്നിരിക്കുകയാണ്. ഈ സമയം ചിപ്പിമോള് പറഞ്ഞു, ഡാഡിനെ ഇതിനായിട്ടും കണ്ടില്ലല്ലോ എന്ന് പറയണം. ഡാഡി വരുമായിരിക്കും, മോള് വെയിറ്റ് ചെയ്തിരിക്കാൻ പറയാണ്. അങ്ങനെ അവര് കാത്തിരിക്കുകയാണ്. ഇഷ്ടതയെ ഒരുങ്ങിയിരിക്കുകയാണ്. ആ സമയം മഹേഷ് ഹോസ്പിറ്റലിലേക്ക് വരുന്നേ. ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇഷിത പോയെന്നറിഞ്ഞു. പിന്നീട് മഹേഷിന് അറിയത്തില്ല എവിടെയാണ് ഈ പറയുന്ന പെൺകുട്ടി കിടക്കണേന്നുള്ള കാര്യം. ആ സമയം ഡോക്ടർ നേഴ്സ് സോഫീനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നേ. വിനോദ് വിളിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യണം. ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റില്ല. അവരൊന്നെങ്കിൽ കോമയിലേക്ക് പോകും, കുറച്ച് ദിവസങ്ങൾക്ക് മരണപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് സോഫി എന്ത് ചെയ്യണം, മരുന്നൊക്കെ ഇങ്ങനെ എടുക്കുവാണ്. എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. താൻ ഏറ്റിരിക്കുന്ന കാര്യമാണ്, അപ്പൊ തനിക്ക് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യുവാണ്, സോഫി മരുന്നൊക്കെ നിറച്ച് നേരെ അതിനെ ഇല്ലാതാക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആ മഹേഷ് അങ്ങോട്ട് വരുന്നേ. അങ്ങനെ മഹേഷ് വന്നു കഴിയുമ്പോഴത്തേനും ആതിരയുടെ റൂമായിരുന്നു കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ച, സോഫി മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് അതിനകത്തേക്ക് നിറയ്ക്കുവാണ്, ആതിരയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് മഹേഷിന് അറിയത്തില്ല. മഹേഷ് അവിടെ മറിഞ്ഞു നിന്നിട്ട് അത് വീഡിയോ പിടിക്കുവാണ്. മരുന്ന് നിറയ്ക്കുന്നൊക്കെ ആതിരയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള അതൊക്കെ വീഡിയോ പിടിക്കുകയാണ്. പക്ഷെ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സോഫി ഇതൊന്നും അറിയില്ലാതെ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ട് നേരെ മഹേഷ് അങ്ങോട്ട് ചെന്നിട്ട് അത് തടയുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കലും ഇനിയിപ്പം ഇഷിതേനെ കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം തെളിവ് ശേഖരിച്ചു കഴിഞ്ഞു. അത് വെച്ചിട്ട് എന്താണ് സോഫീനെ മിക്കവാറും ബ്ലാക്ക് മെയിൽ എന്തേലും ചെയ്യും മഹേഷ്. കാരണം ഇനിയിപ്പം നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരാതി കൊടുക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും പൂർണ്ണ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ തെളിവുകളൊക്കെ ഞാൻ കോടതി ഹാജരാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടറെ കൊടുക്കാൻ കഴിയില്ല എന്ന് സോഫിക്ക് മനസ്സിലാവുകയാണ്. സോഫി പെട്ടുപോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നേ. ഇതിന്റെ ഇടയ്ക്ക് ഇനി ആകാശം രചനയൊക്കെ വെറുതെ ഇരിക്കില്ല, എന്തേലും തന്ത്രം ഒപ്പിച്ചുകൊണ്ട് വരികയും തന്നെ ചെയ്യും. പക്ഷേങ്കിൽ മഹേഷിന്റെ അടുത്ത് അതൊന്നും നടപ്പാവില്ല. അങ്ങനെ ഇഷിതേനെ മഹേഷ് രക്ഷിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന ഇഷിതയ്ക്കോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ മഹേഷ് താമസിച്ചു വന്നോണ്ട് അതിന്റെ പേരിൽ ഇഷിത വഴക്കുണ്ടാക്കുന്നുണ്ട് മഹേഷിനോട്. കാരണം ചിപ്പിമോളെ പുറത്തേക്ക് കൊണ്ടാന്നൊക്കെ പറഞ്ഞല്ലേ, ചിപ്പിമോളോട് നിങ്ങൾക്ക് സ്നേഹമില്ല, അതുകൊണ്ടാ നിങ്ങൾ ഇത്രയും താമസിച്ചല്ലേ, നിങ്ങൾ നേരത്തെ വന്നേനെന്നൊക്കെ പറയാണ്. നിങ്ങൾ ആകാശിന്റെ രചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് സ്നേഹം അഭിനയിച്ചതെന്നൊക്കെ പറയുമ്പോൾ മഹേഷ് നല്ല സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. കാരണം ഇത്രയും സമയം താന് ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് തന്നെ. ഇഷിതേനെ കൊടുക്കാൻ വേണ്ടി കുറെ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടി പോയെന്നുള്ള കാര്യം ഈ പറയുന്ന ഇഷിതയ്ക്കും അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ മഹേഷ് അത് വെളിപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കാരണവശാലും ഇഷിതയെ അറിയാൻ പാടില്ല. അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവുന്നുള്ള കാര്യം മഹേഷിനും അറിയായിരുന്നു. ശത്രുക്കളുടെ എണ്ണം കൂടി വരിക എന്നുള്ള കാര്യം മഹേഷിനും മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട്